അയോധ്യ ഒരുങ്ങി. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇന്ന്. ഇതിനു മുന്നോടിയായുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. കാശിയിലെ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത്തിന്റെ നേതൃത്വത്തിലാണ് അനുഷ്ഠാന ചടങ്ങുകൾ. ഉച്ചയ്ക്ക് 12നും 12:30 ഇടയിൽ 86 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് ഗവർണർ, മുഖ്യമന്ത്രി, RSS അധ്യക്ഷൻ, ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് ഗർഭഗൃഹത്തിൽ ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന്റെ മുഖ്യ കവാടം ഭക്തർക്കായി തുറന്നു നൽകുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും. നഗരത്തിൽ കനത്ത സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷണിച്ച 7000 അതിഥികൾ മാത്രമാണ് ചടങ്ങ് ദർശിക്കാനുള്ള അവസരം. ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10:30 ക്ഷേത്രത്തിലേക്ക് എത്തും. ക്ഷേത്രത്തിലേക്ക് നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം. രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആർക്കെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ അയോധ്യയിൽ താന്ത്രിക വിധി പ്രകാരമുള്ള പ്രത്യേക പൂജകൾ നടന്നു വരികയായിരുന്നു. ഇത്തരത്തിലുള്ള പൂജകൾ എല്ലാം പൂർത്തിയായോ? ഇനി പ്രാണപ്രതിഷ്ഠ മാത്രമാണോ ബാക്കിയുള്ളത്? ഇപ്പോഴ് ഗോപിക, ഈ പുതിയ രാംലല്ല ഗർഭഗൃഹത്തിലാണ് ഉള്ളത്. ഗർഭഗൃഹത്തിൽ ഇന്നലെ പൂജകളെല്ലാം പൂർത്തിയായി. അതിനുശേഷം ശയ്യാദിവാസത്തിലാണ്. ഈ വിഗ്രഹത്തെ ഉറങ്ങാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് ശയ്യാദിവാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രാണൻ സ്വീകരിക്കാൻ തയ്യാറായി വിഗ്രഹം ശയിക്കുകയാണ്. ഇനി ജാഗരണ അധിവാസത്തിൽ നടത്തി ആ വിഗ്രഹത്തെ ഉണർത്തും. പ്രാണൻ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ചടങ്ങുകൾക്കും ക്രിയകൾക്കും ആ വിഗ്രഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ജാഗരണ അധിവാസം ആരംഭിക്കുന്നത്. അല്പസമയം മുമ്പ് ജാഗരണ അധിവാസം ക്ഷേത്രത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ജാഗരണ അധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ഏതാണ്ട് 1 മണിക്കൂർ 15 മിനിറ്റോളം നീണ്ടു നിൽക്കും എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം മറ്റു ചടങ്ങുകൾ, കലശം, ഇവയെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 12 മണിയോടുകൂടി ഈ പൂജാ ചടങ്ങുകളെല്ലാം പൂർത്തിയാകുന്ന മുറയ്ക്കാണ് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുക. പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് 12നും 12:30 ഇടയിലുള്ള സമയത്തായിരിക്കും. അഭിജിത്ത് മുഹൂർത്തം എന്ന 86 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന സമയത്ത് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കും. ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് സമയത്ത് മൂലമന്ത്രം വിഗ്രഹത്തിന് ഉപദേശിക്കുന്നതോടുകൂടി വിഗ്രഹത്തിന് പ്രാണൻ കൈവരും എന്നുള്ളതാണ് വിശ്വാസം. മുഖപടം ധരിച്ചാണ് ഇപ്പോൾ രാമവിഗ്രഹം ഗർഭഗൃഹത്തിൽ ഉള്ളത്. ഈ മുഖപടം സ്വർണ്ണ സൂചി കൊണ്ട് അഞ്ജനം എഴുതിച്ച് മുഖപടം മാറ്റും. തുടർന്ന് വിഗ്രഹത്തെ സ്വന്തം രൂപം കണ്ണാടിയിൽ കാണിക്കും. ആദ്യം വിഗ്രഹം കാണുന്ന രൂപം ഈ സ്വീകരിച്ചതിന് ശേഷം, പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം വിഗ്രഹം കാണുന്ന രൂപം സ്വന്തം രൂപം തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ പൂജാവിധികൾ അനുസരിച്ച് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ചടങ്ങുകൾ പൂർത്തിയായതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ രാംലല്ലയിൽ ആരാധന നടത്തുക. ആരതി അർപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹമാണ് മുഖ്യ യജമാനനായി ഇന്നത്തെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി ഒപ്പം ഉത്തർപ്രദേശിന്റെ ഗവർണർ, മുഖ്യമന്ത്രി, RSSന്റെ അധ്യക്ഷൻ, ഒപ്പം ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരി എന്നിവരായിരിക്കും ഈ സമയത്ത്. ഈ 5 പേരായിരിക്കും ഈ സമയത്ത് ഗർഭഗൃഹത്തിൽ ഉണ്ടാവുക. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 56 വിഭവങ്ങൾ അടങ്ങിയ വിഭവങ്ങൾ അവിടെ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി ഈ മുഖ്യ വാതിലുകൾ തുറന്ന് ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ അവസാനിക്കുക. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. പ്രധാനമന്ത്രി ഏതാണ്ട് 10 മണിക്ക് ശേഷം 10:30 മണിയോടുകൂടി അയോധ്യയിലേക്ക് എത്തും. പ്രധാനമന്ത്രി എത്തിയ ശേഷമുള്ള ചടങ്ങുകൾ ഏത് തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്? VIP-കളുണ്ട്, VVIP-കളുണ്ട്. ആ തരത്തിൽ പ്രധാനമന്ത്രിയൊക്കെ എത്തുന്നു. പഴുതടച്ച സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടുമാണ്. പഴുതടച്ച സുരക്ഷയിലാണ് അയോധ്യ നഗരമുള്ളത്. ഇന്നലെയൊക്കെ ഗോപികയ്ക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ നഗരത്തിലേക്ക് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വലിയ തണുപ്പുണ്ട് ഈ നഗരത്തിൽ. ആ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഈ നഗരത്തിലേക്ക് ചെറു സംഘങ്ങളായി എത്തിയിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ പല ഇടങ്ങളിലായിട്ട് ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ്. അവരുടെ എല്ലാം ലക്ഷ്യം ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ദർശനം ലഭിക്കുക എന്നുള്ളതാണ്. ഈ തണുപ്പ് അതിജീവിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾ
അടക്കമുള്ള ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം ചില ഖാലിസ്ഥാൻ അനുകൂലികളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ NSGയുടെ മേൽനോട്ടത്തിലാണ് മറ്റ് വിഭാഗങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി രാവിലെ ഏതാണ്ട് 10നും 10:30ക്കും ഇടയ്ക്കാണ് ഇവിടേക്ക് എത്തുന്നത്, അയോധ്യയിലേക്ക് എത്തുന്നത്. അയോധ്യ വിമാനത്താവളത്തിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക്. അദ്ദേഹം അവിടെ നിന്ന് ഒരു 10:30ക്ക് പുറപ്പെട്ട് 11 മണിക്ക് ശേഷം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് എത്തും. ഹനുമാൻ ഗാർഹി ക്ഷേത്രത്തിലായിരിക്കും അദ്ദേഹം ആദ്യം എത്തുകയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ അദ്ദേഹം പൂജ നടത്തും. പൂജ നടത്തിയതിനു ശേഷം അദ്ദേഹം സരയുവിൽ സ്നാനം ചെയ്യും എന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി പുതിയ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക. അവിടെയുള്ള സിംഹദ്വാർ അഥവാ പ്രധാന കവാടം, ആ പ്രധാന കവാടം കടന്ന് ആണ് പ്രധാനമന്ത്രി ഈ ഗർഭഗൃഹത്തിലേക്ക് എത്തുന്നത്. തുടർന്നായിരിക്കും ശേഷിച്ച പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. ഏതാണ്ട് 7000-ഓളം അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ ഏതാണ്ട് 10:30 മുതൽ 11 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. ആ ഘട്ടങ്ങളിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനകളും ഒക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി 4 മണിക്കൂറാണ് ഈ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ ഉണ്ടാകുക. അദ്ദേഹം മടങ്ങുന്നതുവരെ വലിയ സുരക്ഷാ സംവിധാനം അയോധ്യയിൽ തുടരുകയും ചെയ്യും. ഗോപിക, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ഇന്നാണ്. വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി ഇന്നെത്തും. VIP-കളുണ്ട്, VVIP-കളുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അയോധ്യയിൽ നിന്ന് രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ BJP രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നാരോപിച്ച് വിവിധ സംഘടനകൾ ഇന്ന് തിരുവനന്തപുരത്ത് പ്രതിഷേധിക്കും. AIYF ഇന്ത്യ സംരക്ഷണ സംഗമം സംഘടിപ്പിക്കും. യൂണിറ്റ് തലങ്ങളിലാണ് പ്രതിഷേധം. വായ മൂടിക്കെട്ടി PDP പ്രതിഷേധിക്കും. ജനാധിപത്യ വേദി സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് വിവിധ സംഘടനകൾ പ്രതിഷേധിക്കുന്നത്. അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് കോൺഗ്രസ്. ഉച്ചയ്ക്ക് ശേഷം എല്ലാ സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം. യാത്ര തടസ്സപ്പെടുത്തുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണപരാജയവും അഴിമതിയും മറച്ചുവെക്കാനെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബൽറാം നെടുങ്ങാടി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൽറാം, അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപിക, അസമിൽ ഭാരത് ജോഡോ യാത്ര കടന്നു പോകുമ്പോൾ അതിനെതിരെ 2 തവണയാണ് വലിയ തോതിൽ തന്നെ പ്രതിഷേധ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ ഉണ്ടായ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾക്ക് നേരെ പ്രതിഷേധക്കാർ അല്ലെങ്കിൽ BJP പ്രവർത്തകർ കൊടികളുമായി സംഘടിച്ചെത്തി ആക്രമണം നടത്തിയതായാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ജയറാം രമേശ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിലെ ഒട്ടിച്ചിരുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പോസ്റ്ററുകൾ വലിച്ചു കീറുകയും അസം PCC അധ്യക്ഷൻ ഭൂപേൻ ബോറയ്ക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൂടാതെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടാകുകയും കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ സെല്ലിന്റെ ക്യാമറ അപഹരിക്കുകയും ചെയ്തതായി ആരോപിച്ചിട്ടുണ്ട്. കൂടാതെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പോസ്റ്ററുകൾ അസമിൽ വിവിധയിടങ്ങളിൽ വ്യാപകമായി തന്നെ നശിപ്പിക്കപ്പെട്ടതായും കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആദ്യ ആക്രമണം നടന്ന ഘട്ടത്തിലും പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണെന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പിന്തുണ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ലഭിക്കുന്നത് കണ്ട് ഭയപ്പെട്ടാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാ സംസ്ഥാന കേന്ദ്രങ്ങളിലും ഒപ്പം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും PCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണം എന്നാണ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണപരാജയവും അഴിമതിയും മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ BJP അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം തന്നെ ഇക്കാര്യത്തിൽ ഉയർത്തണം എന്നുമാണ്
ഈ ആഹ്വാനത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ നിന്ന് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ് പിന്മാറി. ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുമെന്ന് റോൺ ഡിസാന്റിസ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ റദ്ദാക്കുന്നുവെന്നും റോൺ ഡിസാന്റിസ് എക്സിൽ കുറിച്ചു. ഇനി പോരാട്ടം ഡൊണാൾഡ് ട്രംപും നിക്കി ഹേലിയും തമ്മിലാകും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ചേരുകയാണ്. മെറിൻ, വിവേക് രാമസ്വാമിക്ക് ശേഷമാണ് ഇപ്പോൾ റോൺ ഡിസാന്റിസ് പിന്മാറുന്നത്. കാര്യങ്ങൾ ട്രംപിന് അനുകൂലമാകുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുമോ? ഗോപിക, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള തെരഞ്ഞെടുപ്പിൽ നിന്നാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള റോൺ ഡിസാന്റിസ് പിന്മാറിയിരിക്കുന്നത്. ഫ്ലോറിഡ ഗവർണറാണ്. ട്രംപിനെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എക്സിൽ പോസ്റ്റ് ചെയ്ത 5 മിനിറ്റ് വീഡിയോയിലാണ് ഈ ഒരു പിന്മാറ്റം അറിയിച്ചിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി തന്നെ വരണം, ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും അവസരം നൽകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് തന്റെ പിന്മാറ്റമെന്ന് തന്നെയാണ് റോൺ ഡിസാന്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ട്രംപുമായിട്ടുള്ള ഭിന്നതകൾ നിലനിന്നിരുന്നെങ്കിലും ട്രംപിനെ പിന്തുണയ്ക്കുന്നെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, തൊട്ടു പിന്നാലെ തന്റെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ന്യൂ ഹാംഷറിൽ പ്രൈമറി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും പോരാട്ടം ഇനി ഇന്ത്യൻ അമേരിക്കൻ വംശജയായ നിക്കി ഹാലിയും അമേരിക്കൻ മുൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തമ്മിലായിരിക്കും ഇനി പ്രധാനമായും പോരാട്ടം നടക്കുക. 2 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ന്യൂ ഹാംഷറിൽ പ്രൈമറി പോരാട്ടം നടക്കുന്നത്. നേരത്തെ തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമി പിന്മാറിയിരുന്നു. അയോവ കോക്കസിൽ ഉണ്ടായ മോശം പ്രകടനത്തെ തുടർന്നാണ് പിന്മാറ്റം. 7.7% വോട്ട് മാത്രമായിരുന്നു നേരത്തെ വിവേക് രാമസ്വാമിക്ക് ലഭിച്ചിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നതെന്ന് പ്രഖ്യാപിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഫ്ലോറിഡ ഗവർണറായിട്ടുള്ള റോൺ ഡിസാന്റിസും ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് തന്നെ മുൻതൂക്കം, അല്ലെങ്കിൽ ട്രംപിന് വിജയത്തിലേക്ക് എന്ന കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രധാനമായും ഇനി നിക്കി ഹാലിയും ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് പോരാട്ടം. കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു, നിക്കി ഹാലി തന്റെ റണ്ണിംഗ് മേറ്റ് ആയിരിക്കാനുള്ള യോഗ്യതയില്ല, അവർക്കത്ര കഴിവ് പോരാ എന്ന് നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപും നിക്കി ഹാലിയും തമ്മിലാണ് ഇനി പ്രധാനമായും പോരാട്ടം നടക്കുക. ഗോപിക, റോൺ ഡിസാന്റിസ് പിന്മാറിയതോടെ ഡൊണാൾഡ് ട്രംപിന് സാധ്യത ഏറിയിരിക്കുന്നു. നിക്കി ഹേലിയാണ് എതിരാളി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് കൊയിലാണ്ടി വിയ്യൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇന്നലെ അർദ്ധരാത്രി ഇടഞ്ഞത്. പാപ്പാന് പരിക്കേറ്റു. ഏറെ നേരം പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ ആന ഇടഞ്ഞ സമയത്ത് അവിടെ വലിയ ജനത്തിരക്ക് ഒക്കെ ഉള്ള സമയമായിരുന്നോ? പാപ്പാന് മാത്രമാണോ പരിക്കേറ്റത്? വിയ്യൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആറാട്ടുത്സവം നടക്കുകയായിരുന്നു. ഇതിനായി കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. ആനയുടെ പേര് പാക്കത്ത് ശ്രീകുട്ടൻ എന്നാണ്. എഴുന്നള്ളിച്ച ശേഷം ക്ഷേത്രനടയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ആന ഇടയുന്ന ഒരു സംഭവം ഉണ്ടായത്. അക്രമാസക്തമായ ആന ഈ ക്ഷേത്രത്തിന് മുൻവശത്തുണ്ടായിരുന്ന പ്രധാന ഭണ്ഡാരം ഇളക്കിയെടുത്ത് കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കൂടാതെ ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച വിളക്കുകാലുകളൊക്കെ ആന തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ ഒരു ആൾത്തിരക്കൊഴിഞ്ഞൊരു സമയമായിരുന്നു. അതിനാലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഒഴിവായത്. ആനപ്പാപ്പാന് നിലവിൽ പരിക്കേറ്റു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏറെ പണിപ്പെട്ടാണ് ആനയെ തളച്ചത്. ഏതായാലും കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഗോപിക, അത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. ഈ ആന ഇടഞ്ഞ് വലിയ തരത്തിലുള്ള പരിക്ക് ആർക്കും ഏറ്റിട്ടില്ല. ആനപ്പാപ്പാന് മാത്രമാണ് പരിക്കേറ്റത്. അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പാണക്കാട് മുയിൻ അലി തങ്ങളെ ഭീഷണിപ്പെടുത്തിയ കേസിൽ മുസ്ലിം ലീഗ് മുൻ പ്രവർത്തകൻ റാഫി പുതിയ കടവിലിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇന്നലെ രാത്രി മലപ്പുറം പോലീസ് സ്റ്റേഷനിലാണ് റാഫി ഹാജരായത്. ഭീഷണിപ്പെടുത്തൽ, കലാപാഹ്വാനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2 ജാമ്യക്കാരുമായാണ് റാഫി സ്റ്റേഷനിലേക്ക് എത്തിയത്. മുയിൻ അലി തങ്ങളോട് ശത്രുത ഇല്ല എന്നാണ് റാഫി പോലീസിന് നൽകിയ മൊഴി. മുയിൻ അലി തങ്ങളുമായി ഫോണിൽ സംസാരിച്ചെന്നും പ്രശ്നം രമ്യമായി പരിഹരിക്കാനാകുമെന്നാണ് കരുതുന്നത് എന്നും റാഫി പുതിയ കടവ് പറഞ്ഞു.
ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടായേക്കും. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പ്രതികളും കുറ്റക്കാരെന്ന് ശനിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. പ്രതിഭാഗത്തിന്റെ വാദം കേട്ട ശേഷമാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി VG ശ്രീദേവി ശിക്ഷ വിധിക്കുക. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ 12 പേരും മുഖ്യ ആസൂത്രകരായ 3 പേരുമാണ് പ്രതികൾ. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരം എന്ന് തെളിയിക്കുന്ന KSRTC വാർഷിക റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വിഷയത്തിൽ നിലപാട് മാറ്റുമോ എന്നതിൽ ആകാംക്ഷ. ബസ്സുകൾ ലാഭത്തിലാണോ എന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി KSRTC CMDയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വാർഷിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും CMD റിപ്പോർട്ട് സമർപ്പിക്കുക. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാതെ നിലവിലുള്ള ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ്സുകൾ വാങ്ങുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ CPIM അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിനോട് ഗതാഗത മന്ത്രി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നിയമസഭയിൽ വായിക്കാനുള്ള നയപ്രഖ്യാപനത്തിന്റെ കരടിൽ ഗവർണറുടെ നിലപാട് ഉടൻ അറിയാം. ഇന്നലെയാണ് നയപ്രഖ്യാപനത്തിന്റെ കരട് സർക്കാർ രാജ്ഭവന് കൈമാറിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് സൂചന. അതേസമയം കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ട്. കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഗവർണർ വായിക്കുമോ എന്നതാണ് അറിയാനുള്ളത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് എത്തണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് മുൻ ധനമന്ത്രി TM തോമസ് ഐസക് അവഗണിച്ചേക്കും. രാവിലെ 11 മണിക്ക് കൊച്ചിയിലെ ED ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം. അഭിഭാഷകരോട് ആലോചിച്ച ശേഷം തീരുമാനമെടുക്കും എന്നാണ് ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചത്. നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും തോമസ് ഐസക് ഹാജരായിരുന്നില്ല. തിരക്കായതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ED വീണ്ടും നോട്ടീസ് നൽകിയത്. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഐക്യ സന്ദേശ റാലി ഇന്ന്. ഹസ്രയിൽ നിന്ന് പാക് സർക്സൺ മൈതാനത്തേക്കാണ് സർവമത റാലി. കാളി മന്ദിറിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കടന്നുപോകുന്ന വഴിയിലുള്ള മസ്ജിദുകളും ഗുരുദ്വാരകളും പള്ളികളും സന്ദർശിക്കും. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലെ റാലി മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. റാലി കടന്നുപോകുന്ന പ്രദേശത്തെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. ശിവസേന തർക്കത്തിൽ മഹാരാഷ്ട്ര സ്പീക്കർ രാഹുൽ നർവേക്കറുടെ ഉത്തരവിനെതിരെ ഉദ്ധവ് താക്കറെ വിഭാഗം നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വിഭാഗം MLA-മാരെ അയോഗ്യരാക്കണമെന്ന ഉത്തരവിന്റെ പരാതി സ്പീക്കർ തള്ളിയിരുന്നു. യഥാർത്ഥ ശിവസേന ഷിൻഡെ വിഭാഗമാണ് എന്നാണ് സ്പീക്കറുടെ റൂളിംഗ്. സ്പീക്കറുടെ ഉത്തരവ് നിയമവിരുദ്ധവും സുപ്രീംകോടതി ഉത്തരവിനെ വളച്ചൊടിക്കുന്നതാണ് എന്നും ഉദ്ധവ് താക്കറെ വിഭാഗം ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ആലപ്പുഴയിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ മരിച്ച പഴയവീട് സ്വദേശി ആശാ ശരത്തിന്റെ സംസ്കാരം ഇന്ന്. വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം 9 മണിയോടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങും. അമേരിക്കയിൽ മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ ഭർത്താവ് ശരത് ചന്ദ്രൻ ഇന്ന് ഉച്ചയോടെ നാട്ടിലെത്തും. വൈകിട്ട് 3 മണിക്ക് പഴയ വീട്ടിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ പിഴവാണ് ആശയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ബന്ധുക്കളുടെ ആവശ്യപ്രകാരം വിദഗ്ധരുടെ സാന്നിധ്യത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ഇടുക്കി ചിന്നക്കനാൽ ബിലക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. മൂന്നാർ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാണ് ചിന്നക്കനാൽ റോഡിന്റെ തകർച്ച. ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലകളിലേക്കുള്ള യാത്രയെയും ഇത് ബാധിക്കും. അപകടങ്ങൾ റോഡിൽ പതിവാണ്. അധികൃതർ കണ്ണടച്ചതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. നിങ്ങൾ തീർത്ത കുഴിയിൽ തന്നെ ഞങ്ങളുടെ ദേഹം മൂടാനായി നിങ്ങൾക്കെതിരെ ഉയരുന്നു ജനരോഷത്തിനലയാളി. കരാർ നൽകി 2 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ലെന്നാണ് ആക്ഷേപം. ഒത്തിരിയേറെ വർഷങ്ങളായി ചിന്നക്കനാൽ പ്രദേശത്തേക്കുള്ള യാത്ര വളരെ ദുരിതം പിടിച്ചതായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ദുരിതം പിടിച്ച യാത്ര ഒഴിവാക്കാൻ വേണ്ടി 3 വർഷങ്ങൾക്ക് മുമ്പ് ടെൻഡർ നടപടികൾ സ്വീകരിക്കുകയും 4.25 കോടി രൂപ അനുവദിച്ച് ഈ പണികൾ തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ടെൻഡർ ഏറ്റെടുത്ത കരാറുകാർ ഇതിൽ അലംഭാവം വരുത്തി ഈ പണികൾ പൂർത്തീകരിക്കാതെ പകുതി വഴിയിൽ നിർത്തി പോയിരിക്കുകയാണ്. ഈ പ്രദേശത്തിന്റെ വികസനം തന്നെ മുരടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ അനധികൃതമായി പാറകൾ പൊട്ടിച്ച് കടത്തിയതായും നാട്ടുകാർ പറയുന്നു. നവീകരണം പൂർത്തിയായില്ലെങ്കിൽ തുടർ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. 24 ഇടുക്കി. വീണ്ടും വാർത്തകളിലേക്ക്. കാസർഗോഡ് പനത്തടി അച്ചാംപാറ വാഴക്കോൽ കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ കൂട്ടത്തോടെ കുടിയിറങ്ങുന്നതിൽ ഇടപെട്ട് വനംവകുപ്പ്. ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യമായ വനപാതയ്ക്ക് അനുമതി നൽകുമെന്ന് കാസർഗോഡ് DFO K അഷ്റഫ് 24-നോട് പറഞ്ഞു. 24 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ.
വനത്തിന് നടുവിലുള്ള ഈ ദുർഘടമായ വഴിയിലൂടെയാണ് 2 കിലോമീറ്റർ താണ്ടി ആശുപത്രിയിലേക്കും അതോടൊപ്പം കുട്ടികൾ സ്കൂളിലേക്കും പോകുന്നത്. 50 സെന്റ് സ്ഥലം ഉണ്ടാകെ വെള്ളമില്ലായിരുന്നു, വഴിക്ക് ബുദ്ധിമുട്ട്. എല്ലാവരും ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ തന്നെയായി. പിന്നെ അതിലെല്ലാം പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട്. പതിറ്റാണ്ടുകൾ കാത്ത മണ്ണുപേക്ഷിച്ച് കാടിറങ്ങിയവർ, കുടിയിറക്കത്തിനായി ഒരുങ്ങിയ കുടുംബങ്ങൾ, അച്ചാമ്പാറ വാഴക്കോൽ കോളനിയിലെ മനുഷ്യരുടെ ജീവിതം അങ്ങനെയായിരുന്നു. മരണവേദനയിലും ആശുപത്രിയിലെത്താൻ മാർഗമില്ലാതെ ഒറ്റപ്പെട്ടു പോയവരുടെ വേദന 24 റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ വനം വകുപ്പിന്റെ ഇടപെടൽ. DFOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സ്ഥലം സന്ദർശിച്ചു. വനത്തിനുള്ളിലെ പാതാ നിർമ്മാണത്തിനായുള്ള അനുമതി തടസ്സം നീങ്ങും. ഇന്നലെ നമ്മൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ അവിടെ പോയി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു വാർത്ത വന്നതിന് ശേഷം. അപ്പോൾ ഏകദേശം 1 കിലോമീറ്ററും 200 മീറ്ററുമാണ് ആ കോളനിയിലോട്ടുള്ള വനത്തിലൂടെയുള്ള ദൂരം വരുന്നത്. 20ഓളം ഫാമിലികൾ അവിടെ ഒറ്റപ്പെട്ട് താമസിക്കുന്നത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് ഒരു പഴക്കം നോക്കിയിട്ട് അതിനെ സാധ്യമാകുന്ന രൂപത്തിൽ ഗതാഗത യോഗ്യമാക്കാനുള്ളൊരു പ്രഥമ പരിഗണന വനവകുപ്പ് കൊടുക്കുന്നതാണ്. റോഡിനായി സർക്കാർ ഫണ്ട് ലഭ്യമായാൽ മണ്ണുപേക്ഷിച്ച് കോളനിയിലെ മനുഷ്യർക്ക് കാടിറങ്ങേണ്ടി വരില്ല. മഴക്കാലത്തും നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിനും ഒരു പരിധിവരെ പരിഹാരമാകും. അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്. 24 പ്രേക്ഷക സമ്മേളനത്തിന് ആശംസകളുമായി കലാകായിക രംഗത്തെ പ്രമുഖർ. പ്രേക്ഷക സമ്മേളനത്തെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നും പങ്കെടുക്കാൻ ശ്രമിക്കുമെന്നും മേള വിദ്വാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പറഞ്ഞു. 24ന്റെ ആശയം സമൂഹത്തിന് നന്മകൾ സമ്മാനിക്കട്ടെ എന്ന് കായിക താരങ്ങളായ മുരളി ശ്രീശങ്കറും PU ചിത്രയും ആശംസിച്ചു. ലോക ടെലിവിഷനിൽ പുതുചരിത്രം. 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. 24ന്റെ പ്രിയ അവതാരകരും കലാകാരന്മാരും ഫ്ലവേഴ്സ് ജനപ്രിയ താരങ്ങളും അണിനിരക്കുന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. ലോക ചരിത്രത്തിലെ ആദ്യ ടെലിവിഷൻ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. 24 സംസ്ഥാന സമ്മേളനം നിഷ്പക്ഷരായ ഒരു കൂട്ടം മനുഷ്യരുടെ ഒത്തുചേരലാകുമെന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. പ്രേക്ഷക സമ്മേളനത്തിൽ പ്രതിനിധിയായെത്താൻ ശ്രമിക്കുമെന്നും മേള വിദ്വാൻ. 24 ചാനൽ സാധാരണ ജനങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനം വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ അവസ്ഥയാണ്. കാരണം അതിൽ രാഷ്ട്രീയം കലർത്താണ്ടാണല്ലോ വിളിക്കുന്നത്, ആർക്കും പങ്കെടുക്കാമെന്നുള്ളതല്ലേ. അപ്പോൾ അതൊരു ആദ്യ അനുഭവമായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായും ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ചാനലുകാർക്കും കൂടി മനസ്സിലാക്കാൻ നിങ്ങൾ സംഘടിപ്പിക്കുന്ന അത്തരം ആ വലിയ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ കാര്യത്തിന് എല്ലാവിധ ആശംസകളുണ്ട്. പറ്റുമെങ്കിൽ ഞാനും കൂടെ വന്ന് പങ്കെടുത്തോളാം. അത്ഭുതത്തോടെയാണ് കായിക താരങ്ങളായ ശ്രീശങ്കർ മുരളിയും PU ചിത്രയും 24 സംസ്ഥാന സമ്മേളനത്തെ കാണുന്നത്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന് ഉറപ്പിക്കുന്നു ഇരുവരും. നമ്മൾ സാധാരണ കാണുന്ന എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി അഥവാ ഒരു രാഷ്ട്രീയ സംഘടന ഇതേപോലെ സംസ്ഥാന സമ്മേളനം വെക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ന്യൂസ് ചാനൽ ഒരു സംസ്ഥാന സമ്മേളനം നടത്തുമെന്ന് പറയുമ്പോൾ ശരിക്കും കൗതുകം തോന്നുന്നു. എങ്ങനെയാണ് എന്തൊക്കെയാണ് പരിപാടികൾ നടത്തുന്നതെന്നുള്ള അറിയാനൊരു കൗതുകം തോന്നുന്നു. ആദ്യമായിട്ടൊരു ടെലിവിഷൻ ചാനൽ ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനം നടത്തുന്നു എന്നറിഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് കാണാൻ വളരെ കൗതുകം തോന്നുന്നു. വരുന്ന 28-ന് കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. 24 പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും കോൺടാക്ട് 6235 968 630. ഇമെയിൽ ID 24connect@24news.com. പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.